അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും നാം മനസ്സിലാക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ജീവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കണമെന്ന് ആഗ്രഹിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് നേട്ടം ഉണ്ടാകുന്നത്, അഭിവൃദ്ധി ഉണ്ടാകുന്നത്, സംശയമില്ല. ഇപ്പോൾ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും കഥ പറയുമ്പോൾ മഹാത്മാഗാന്ധി എന്ന് കൂട്ടിപ്പറയുന്നത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ കഴിവുകൊണ്ട് അല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയും ആ പുരോഗതി അനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് നന്മ ചെയ്യണമെന്ന ആഗ്രഹവും അതിന് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണ് നല്ലത് അത് പ്രവർത്തിച്ചും ഇവിടെ കാണിച്ചതിൻ്റെ പേരിലാണ് ഗാന്ധി എന്നതിൻ്റെ മുമ്പിൽ മഹാത്മാഗാന്ധി എന്നോ അല്ലെങ്കിൽ ഗാന്ധിജി എന്നോ ചേർത്തി പറയാറുള്ളത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വവും അതിൻ്റെ നേട്ടവും ഈ രാജ്യത്തുള്ള ജനങ്ങൾ തന്നെ മനസ്സിലാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അബ്ദുൽ കലാമിൻ്റെ മഹത്വം നാം പറയുന്നതും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലാണ്. അതേസമയം നിങ്ങൾ നേരത്തെ കേട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവ് മതപരമായ പ്രവർത്തനങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും അതിൽ മകനെ പ്രേരിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് മരണം വരെ അദ്ദേഹം ആ ആരാധനകളും പള്ളിയിൽ പോക്കും ഖുർആനത്തും നിസ്കാരവും ഒന്നും നിർത്താതെ പതിവായി കൊണ്ടുവന്നത്. അതാണ് ഞാൻ എപ്പോഴും മർക്കസിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ സ്കൂളിലേക്ക് ചിലപ്പോൾ പോയാൽ അവരോട് പറയുന്നത്. അവിടെ ഹൈന്ദവരും ക്രൈസ്തവരും മുസൽമാനും എല്ലാം പഠിക്കാൻ വരാറുണ്ട്. പക്ഷേ ഇന്ന് വരെ നമ്മുടെ സ്കൂളിൽ വിദ്യാർത്ഥികൾ ഇടയിലുള്ള സംഘർഷമോ അല്ലെങ്കിൽ തർക്കമോ ഉണ്ടാകാറില്ല. കാരണം നേരത്തെ തന്നെ തർക്കിച്ച് ഇവിടെ സമയം പോക്കിയാൽ നിങ്ങൾക്ക് വിജയമുണ്ടാവുകയില്ലെന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് എല്ലാവരും പഠനത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുകയും ബാക്കിയുള്ള സമയത്ത് മാത്രം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്നതിന് പകരം
പഠിക്കുന്ന കാലം ശ്രദ്ധിച്ച് പഠിക്കുകയും ഭാവിയിൽ ഈ രാജ്യത്ത് ഭാരതത്തിൻ്റെ പ്രസിഡന്റിലോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നതമായ പദവിയോ ലഭ്യമാകേണ്ടത് ഇവിടെ ഇന്നത്തെ വിദ്യാർത്ഥികൾക്കാണ്. ഈ വിദ്യാർത്ഥികൾ അവരുടെ ജീവിതം നല്ല ജീവിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയും പഠനത്തിൽ അവരുടെ മിടുക്ക് കാണിച്ച് പുരോഗതി കൈവരിക്കുകയും ചെയ്താൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിനും അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മക്കും വളർച്ചക്കും നമ്മുടെ വിദ്യാഭ്യാസം ഉപകരിക്കുകയുള്ളൂ എന്ന് നാം എല്ലാവരും മനസ്സിലാക്കി നല്ല ഉത്സാഹികളായി പഠിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. പ്രധാനമായ ഒരു കാര്യം, നമ്മുടെ ഇന്ത്യ രാജ്യം എല്ലാവിധ മതസ്ഥരും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ജീവിക്കുന്ന ഒരു സ്ഥലം ആണ്. അതിന് വിഘാതം വരുത്തുന്ന യാതൊരു കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കോളേജ് കെട്ടിടമുണ്ടാക്കാൻ പ്രയാസമുണ്ട്, അംഗീകാരം ലഭിക്കാൻ പ്രയാസമുണ്ട്. എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്ത് നാം മുമ്പോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് ബുദ്ധിപരമായ ചിന്തകളാണ് വേണ്ടത്. ഒരിക്കൽ പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു വ്യക്തി വന്നു. ഞാൻ മുസ്ലിമാകാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ തെറ്റുകളും ഞാൻ ഇന്നു മുതൽ ഒഴിവാക്കിക്കൊള്ളാം. പക്ഷേ ഞാൻ വലിയ വ്യഭിചാരിയാണ്, അത് ചെയ്യാൻ എനിക്ക് അനുവാദം തരണം. മദ്യപാനം ഞാൻ നിർത്തിക്കൊള്ളാം, കളവ് നടത്തുന്നത് ഞാൻ നിർത്തിക്കൊള്ളാം, കളവ് പറയുന്നത് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. എന്നാൽ ഈ ഒരു കാര്യം എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവിടെ നമ്മളാണെങ്കിൽ പറയപ്പെട്ടത്, നീ എൻ്റെ വഴിക്ക് പോയിക്കോ, അങ്ങനത്തെ ഒരു മുസ്ലിമിനെ നമുക്ക് വേണ്ട എന്ന് ഒരുപക്ഷെ പറയും. അല്ലെങ്കിൽ നീ അത് ചെയ്തോ. ഇത് രണ്ടും പറയാൻ നിർവാഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പസമയം അവനെ ഇരുത്തി വെള്ളം കൊടുത്തു, ചായ കൊടുത്തു, അല്ലെങ്കിൽ എന്തോ അവിടെ ഉപയോഗിക്കുന്ന കുടിക്കാനുള്ള വെള്ളങ്ങളെല്ലാം കൊടുത്ത് സമാധാനിപ്പിച്ച് അതിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിനക്ക് ഉമ്മയുണ്ടോ? ഉണ്ട്. ഭാര്യ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് പെൺമക്കളുണ്ടോ? ഉണ്ട്. ഇങ്ങനെയെല്ലാം ചോദിച്ചതിന് ശേഷം നിൻ്റെ വീട്ടിലേക്ക് നീ കയറി ചെല്ലുമ്പോൾ നിൻ്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നതായി കണ്ടാൽ നീ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ വെട്ടി മുറിച്ച് കഷ്ണമാക്കി കടലിൽ എറിഞ്ഞു കളയും, ഞാൻ വിടൂല. കുറച്ച് കഴിഞ്ഞ് ചോദിക്കുന്നു, നിൻ്റെ ഭാര്യനെ ഒരാൾ വ്യഭിചരിക്കുന്നതായി കണ്ടാൽ
നീ എന്തു ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരെ അടിക്കും, അവരെ കൊല്ലും. അങ്ങനെ നിൻ്റെ മകളെ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, നിൻ്റെ സഹോദരിയെ വ്യഭിചരിക്കുന്നത് കണ്ടാൽ നീ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ അവരെ വെറുതെ വിടൂല, അടിക്കും, കൊല്ലും എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് പ്രവാചകർ ചോദിക്കുന്നത്, നീ ഈ പറഞ്ഞതിൻ്റെ വികാരം നീ ഒന്ന് മനസ്സിലാക്കി നോക്കൂ. നീ ഒരാളെ വ്യഭിചരിക്കുന്നുവെങ്കിൽ ആ വ്യഭിചരിക്കപ്പെടുന്ന സ്ത്രീ ആരുടെയെങ്കിലും ഉമ്മയായിരിക്കും, ഭാര്യയായിരിക്കും, സഹോദരിയാകും. അപ്പോൾ അവർ നിന്നെ വന്ന് കൊല്ലാൻ മാത്രം മോശമായ പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത് എന്നല്ലേ ഈ പറഞ്ഞതിന് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് തങ്ങൾ അതിന് സമ്മതം തരണ്ട, ഞാൻ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ് എന്ന്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എൻ്റെ നിർബന്ധം കൊണ്ടല്ല, നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ ഇസ്ലാമാകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെ, വളരെ നല്ലത് എന്ന് പറഞ്ഞു. ആ സഹോദരൻ ഇസ്ലാം മതം സ്വീകരിച്ച്, ഞാൻ ഇനി ഒരിക്കലും വ്യഭിചരിക്കുകയില്ല, മദ്യം കഴിക്കുകയില്ല, ചൂഷണം ചെയ്യുകയില്ല എന്ന് സമ്മതിച്ചു. അർത്ഥത്തിലും തൂക്കത്തിലും മാറ്റം ചെയ്യാൻ പാടില്ല. ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്. ഇങ്ങോട്ട് അളന്നും തൂക്കിയും എടുക്കുമ്പോൾ അധികമായി എടുക്കുകയും അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിൽ ചതി പ്രയോഗിച്ചുകൊണ്ട് അർത്ഥത്തിലും തൂക്കത്തിലും കുറക്കുകയും ചെയ്യുന്ന വഞ്ചന നിങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു സൂക്തം ഖുർആനിലുണ്ട്. അങ്ങനെ ഓരോ ജീവിതത്തിൻ്റെ എല്ലാ കോളുകളും പഠിപ്പിച്ച ഇസ്ലാം, ആ മതം നിനക്ക് സ്വന്തം ഇഷ്ടമുണ്ടോ എന്നാൽ നീ സ്വീകരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതെല്ലാം തയ്യാറായി. അവിടുത്തെ ഹിക്മത്ത് കൊണ്ട് അദ്ദേഹം കൊണ്ട് സമ്മതിപ്പിച്ചു. നമ്മളായിരിക്കലാണ് പെട്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിന്നെപ്പോലത്തെ ആളുകൾ നമുക്കിവിടെ വേണ്ട, നീ പോയിക്കോ എന്ന് പറയും. അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല, നിനക്ക് മാത്രം ഒരു ഇളവ് എന്ന് പറയും. അത് രണ്ടും പറയാതെ വളരെ തന്ത്രപരമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ നന്നാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നാം എപ്പോഴും സൽസ്വഭാവികൾ ആവണം. സ്കൂൾ വിട്ട് ഒരു ബസ്സിൽ കയറുമ്പോൾ പെട്ടെന്ന് ഉള്ള സീറ്റിൽ പോയി ഇരിക്കുകയും അതേസമയം ഒരു പ്രായം ചെന്ന ആൾ ബസ്സിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടാൽ ഉടനെ നിങ്ങൾ പോയി അദ്ദേഹത്തെ നിങ്ങളിരിക്കുന്ന സീറ്റ് കൊടുത്ത് ഇരുത്തുകയും ഞങ്ങൾക്ക് ചെറുപ്പക്കാരാണ്, ഞങ്ങൾ നിന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രായം ചെന്ന വ്യക്തിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായി വിദ്യാർത്ഥികൾ മാറണം. അതുപോലെ ഒരു സമയത്തും അനാവശ്യമായി നമ്മുടെ സമയം ചെലവഴിക്കുകയില്ല എന്ന് തീരുമാനിച്ച് പഠനത്തിനും മറ്റ് ആവശ്യമായ നല്ല കാര്യങ്ങൾക്കും വേണ്ടി മാത്രം നമ്മുടെ സമയം ചെലവഴിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് വിജയം ഉറപ്പാണ്. അതിന് സർവശക്തരായ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അവാർഡ് നിങ്ങൾക്ക് ഇതുപോലുള്ള എല്ലാ
നല്ല പ്രവർത്തനത്തിനും പ്രചോദനമാവട്ടെ എന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.